ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച 5 മണിക്ക് മുൻപ് SBI സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തി, എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആ സത്യവാങ്മൂലം. അതിൽ ഈ പറയുന്ന ആൽഫബറ്റിക് ന്യൂമറിക് നമ്പർ അടക്കം ഉണ്ടാകണം, സീരിയൽ നമ്പർ അടക്കം ഉണ്ടാകണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളും SBI വെളിപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബോണ്ടുകളുടെ ആൽഫ ന്യൂമറിക് നമ്പറും സീരിയൽ നമ്പറും ഉൾപ്പെടെ വെളിപ്പെടുത്തണം. SBIയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. വ്യാഴാഴ്ച 5 മണിക്ക് മുൻപ് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിരിക്കുന്നത്. സിബി ചേരുകയാണ്. സിബി, ഈ വാദം മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതി കടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് SBIക്കെതിരെ. അതായത് വ്യാഴാഴ്ച 5 മണിക്ക് മുൻപ് ഈ പറയുന്ന എല്ലാ വിവരങ്ങളും, ആൽഫബറ്റിക് ന്യൂമറിക് നമ്പർ, സീരിയൽ നമ്പർ അടക്കമുള്ള എല്ലാ വിവരങ്ങളും, പൂർണ്ണമായ വിശദാംശങ്ങളും ഇലക്ഷൻ കമ്മീഷനും നൽകി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. അതിനുശേഷമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ എല്ലാ വിവരങ്ങളും കൃത്യമായി പ്രസിദ്ധീകരിച്ചിരിക്കണം. അതിൽ ആൽഫ ന്യൂമറിക് നമ്പറും സീരിയൽ നമ്പർ അടക്കമല്ലാതിൻ്റെയും ബോണ്ടുകളുടെ എല്ലാ വിവരങ്ങളും പുറത്തുവിടണം എന്ന് കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ SBIക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിവരവും പുറത്തുവിട്ട ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനും ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അന്ത്യശാസ്ത്രം എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേസെടുക്കുമ്പോഴെല്ലാം തന്നെയും ഓരോ ഘട്ടത്തിലും ഓരോരോ കാര്യങ്ങളും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മാത്രമേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നുള്ളൂ. അത് തന്നെ ഇന്ന് രൂക്ഷമായ വിമർശനത്തിനും കാരണമാവുകയും ചെയ്തു. സുപ്രീം കോടതി പ്രധാനമായും ചോദിച്ചത്, നിങ്ങൾ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ പുറത്തുവിടുന്ന സമീപനം ശരിയല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹാരിഷ് സാൽവെയോട് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല, നിങ്ങൾ ഹാജരാകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം കൂടി സുപ്രീം കോടതി ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും ഈ കേസ് വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമായും സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് നിങ്ങൾ വിവരങ്ങളെല്ലാം തന്നെയും പുറത്തുവിട്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ മുദ്രവെച്ച കവറിലുള്ള വിവരങ്ങളെല്ലാം തന്നെയും പുറത്തുവിട്ടു എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹാരിഷ് സാൽവെ വ്യക്തമാക്കി. എന്നാൽ ഈ ബോണ്ടിലെ നമ്പറുകൾ പുറത്തുവിട്ടു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായില്ല. എന്താണ് ഈ നമ്പർ എന്നുള്ളതായിരുന്നു പിന്നീട് സുപ്രീം കോടതി ചോദ്യം. അത് നോട്ടിന്റെ നമ്പർ പോലെയാണ് ആ ബോണ്ടുകളുടെ നമ്പർ എന്ന് പിന്നീട് വ്യക്തമാക്കി. ഇത് അൾട്രാവയലറ്റ് രശ്മി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഇത്തരത്തിലുള്ള മറുപടി പോരാ, മറിച്ച് ഈ വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, ഇത് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടണം, ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങളാണ് പുറത്തുവിടേണ്ടതെന്നും സുപ്രീം കോടതി കൃത്യമായി പറയുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു വിവരവും മറച്ചു വെച്ചിട്ടില്ല എന്നും തങ്ങൾക്ക് അതിൽ വിമുഖതയില്ല എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ആവർത്തിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഈ സുരക്ഷാ കോഡ് എന്ന് പറയുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്ന് SBIയോട് കൃത്യമായി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഡേറ്റകൾ സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം SBIയോട് ചോദിച്ചത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്, ഇത് വ്യാഴാഴ്ച വൈകിട്ട് 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അതിനു മുമ്പായി ഈ വിവരങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടണം. ഇതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഈ വിവരങ്ങൾ പുറത്തുവിട്ടു എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയെന്ന് സുപ്രീം കോടതി, എല്ലാ വിവരങ്ങളും കമ്മീഷന് നൽകിയെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകണം എന്നാണോ ഇപ്പോൾ കോടതി SBIയോട് പറഞ്ഞിരിക്കുന്നത്, ഉത്തരവിട്ടിരിക്കുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായി ഈ വിവരങ്ങൾ പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷൻ നൽകണം. ഇലക്ഷൻ കമ്മീഷൻ ഇത് വെബ്സൈറ്റ് വഴി പുറത്തുവിടണം. അതിനുശേഷം ഈ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും, ഇതിൽ ഈ ഒരു ബോണ്ടുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ നമ്പറുകൾ അടക്കം തന്നെ പുറത്തുവിടുന്നതിനെ എതിർത്തുകൊണ്ട് ചില വ്യവസായികൾക്ക് വേണ്ടി ചില കക്ഷി ചേർന്ന സാഹചര്യം ഉണ്ടായി. അതായത് ചില വ്യവസായ സംഘടനകൾ കക്ഷി ചേരാൻ വേണ്ടി ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു.